ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സൗദിയിൽ ഞങ്ങൾ വന്നപ്പോഴുള്ള പുതിയ പണികളാണ്. 2030 5000 വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നു. ഇത് ബാത്റൂം, കിണർ, അതിൻ്റെയൊക്കെ കുഴികളെടുത്തിട്ട് ഇത് ബാത്റൂമിൻ്റെ കുഴിയാണ്. ഇത് ബാത്റൂമിൻ്റെ കുഴി കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ ബാത്റൂമിൻ്റെയും വെള്ളം ശേഖരിക്കാനുള്ളതിൻ്റെയൊക്കെ കുഴി എടുക്കുന്നതും കെട്ടിയിടുന്നതും. അപ്പോൾ 5000 വീടിൻ്റെ പണികളായിരുന്നു പുതിയ പ്രോജക്റ്റ് 2030 വെർഷൻ. അപ്പോൾ ഏകദേശം പണികളെല്ലാം ഒതുങ്ങി തീരാറായി. ഇത് കിണറിൻ്റെ വെള്ളം സംഭരിക്കാൻ. ഇവിടെ വീടുകൾ കണ്ടോ, എവിടെ നോക്കിയാലും വീടുകളേ ഉള്ളൂ. 5000 വീടുകളാണ്. ഇവിടെയൊക്കെ ഇനിയും കുറച്ച് ഷോപ്പിംഗ് മാളുകളിൽ അതിൻ്റെയൊക്കെ പണികൾ മാത്രം ബാലൻസ് ഉണ്ട്. വീടുകളുടെ എല്ലാം ഏകദേശം പണികൾ കഴിഞ്ഞു. കുറേയൊക്കെ താമസക്കാരുമായി, കുറേയൊക്കെ തേച്ച് ഇനി താമസക്കാരാകുന്നുണ്ട്. റോഡിൻ്റെ വീതി ഉണ്ടോ, 4 വരി പാത. നമ്മുടെ ഇവിടുത്തെ പോലൊന്നുമല്ല. ആദ്യമേ റോഡ്, പള്ളി, സ്കൂളുകൾ ഇതെല്ലാം പണിഞ്ഞതിന് ശേഷമാണ് വീടുകൾ. 4 വരി പാതയാവും. ഇത് ബൈ റൂട്ട് പോകുന്നതാണ്. അവിടെയും 2 വരി പാതയാണ്. 2 വരി റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നുണ്ട്, പണികളൊന്നും പൂർത്തിയായിട്ടില്ല. 2 വരി പാതയാണ് ബൈ റൂട്ട്. എല്ലാ 5000 വീടിൻ്റെ ഇങ്ങനെ ഏരിയ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ്. ടവർ, ഈ ടവർ നിൽക്കുന്നതാണ് മെയിൻ സിറ്റിയാണ്. മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്ന പോലെ ഷെവലാത്ത് എന്നാണ് പറയുന്നത്. കണ്ടോ വീടുകൾ. ഞാനൊരു മലയുടെ മണ്ടയ്ക്ക് പോയിട്ട് കയറിപ്പോവുകയാണ്. മൊത്തത്തിലുള്ള വീഡിയോ കിട്ടും. അപ്പോൾ നേരത്തെ ഇതേപോലെ ആയിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം. ഇത് ഇടിച്ച് നിരപ്പാക്കി റെഡിയാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇതേപോലെ ഉണ്ട്. അതിനി അവിടെ ഓരോ ഷോപ്പിംഗ് മാളുകൾ വരാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ വീടിൻ്റെയൊക്കെ കണ്ടോ, വീടുകൾ കൂന ഓടിയിരിക്കുക വീടുകളൊക്കെ. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയാണ് സംഭവം പറ്റുമോ? ഒരു വീടിൻ്റെ മതിലിൽ നിന്ന് അടുത്ത വീട് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഷെവലാത്ത്. വണ്ടികൾ കിടക്കുന്നുണ്ടോ? അവിടെ നേരത്തെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വണ്ടികളെല്ലാം തീരെ കുറവാണ്. പെരുന്നാൾ തുടങ്ങിയ പിന്നെ. ഇത് ഓട. ഇവിടെ എല്ലായിടത്തുനിന്നും വരുന്ന വെള്ളം, മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നല്ല സംവിധാനത്തിൽ നല്ല വീതിയിൽ ഓട പണിഞ്ഞേക്കുക. ഉണ്ടോ, താപ്പോട്ടും വെള്ളം താഴത്തില്ല, സൈഡിലോട്ടും വെള്ളം വന്ന് ഇടിയത്തില്ല. 2 സൈഡും പാറ കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുക. സൂപ്പർ പ്രോജക്റ്റാണ്. കണ്ടോ, ഇതിപ്പം കഴിഞ്ഞിടയ്ക്ക് ഒരു മഴ പെയ്തതിൻ്റെ വെള്ളം ഒഴുകിയപ്പം വന്ന് മണ്ണൊക്കെയാണ് കിടക്കുന്നത്. അതിനും ചെറിയ വണ്ടി ഇറക്കി അത് കോരിക്കളയും അവർ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മക്ബറയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ സൈഡ്, ഇത് കണ്ടോ, ബൈ റൂട്ടിൽ നിന്ന് വരുന്നതും ഈ മെയിൻ കനാലിലോട്ട് വന്ന് ചേരുന്ന രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. എങ്ങും വെള്ളം കെട്ടിക്കിടക്കത്തില്ല. കണ്ടോ, വീടുകൾ മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും.
2030 പ്രോജക്റ്റാണ്. 5000 വീടുകൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഏറ്റെടുത്ത് ഇവിടെ മെയിൻ സിറ്റി ആക്കുവാണ് ഇവിടെ. ഇതിനിവിടെ തന്നെ മക്ബറ. ഇവിടെയാണ് മക്ബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെ അടക്കാൻ വേണ്ടി. അതിന് നേരത്തെ സ്ഥലം കണ്ടെത്തി കെട്ടിത്തിരിച്ചിട്ടേക്കുക. ഗേറ്റും വിട്ട് ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടേക്കുക. അപ്പം മരിച്ചു കഴിയുമ്പോൾ ഇതിന് ഇവരൊക്കെ ഇവിടെയാണ് കൊണ്ട് നടക്കുന്നത്. 5000 വീടുകൾ ഉള്ളതുകൊണ്ട് നേരത്തെ കെട്ടിയിട്ടേക്കുക. ഉണ്ടോ, എല്ലായിടത്തും റോഡും കാര്യങ്ങളും എല്ലാം ആയി. ഇതാണ് സൗദിയിലെ ന്യൂ പ്രോജക്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.